നമസ്കാരം 9ാം ക്ലാസ്സിലെ കൂട്ടുകാരെ. ബയോളജി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രീഷൻസ് എന്ന പാഠത്തിലെ രണ്ടാമത്തെ പാട്ടാണിത്. ആദ്യ പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ പാട്ടിൽ ഹൈഡ്രയിലെയും അമീബയിലെയും ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷണത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം കോളം ഫില്ല് ചെയ്യാനാണ്. ഒന്നാമത്തെ കോളത്തിൽ ഹിൻസ് സൂചകങ്ങൾ, രണ്ടാമത്തെ കോളം അമീബ, മൂന്നാമത്തെ കോളം ഹൈഡ്ര. അമീബയിലെ ശരീരഘടന അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ ഏതാണ്? യൂണിസെല്ലുലാർ. അപ്പോൾ ഹൈഡ്രയുടെ കോളത്തിൽ എന്താ എഴുതാനുള്ളത്? ഹൈഡ്ര മൾട്ടി സെല്ലുലാർ ആണല്ലേ. അവിടെ മൾട്ടി സെല്ലുലാർ എന്ന് എഴുതുക. രണ്ടാമത്തേത് മീൻസ് ടു ഹെൽപ്പ് ഇൻജെക്ഷൻ. എന്താണ്? ആഹാര സ്വീകരണോപാധി. അമീബയിൽ സ്യൂഡോപോഡിയ, ഹൈഡ്രയിൽ ടെൻറ്റക്കിൾസ്. അടുത്തത് പാർട്ട് വെയർ ഡൈജഷൻ ടേക്സ് പ്ലേസ്. അമീബയിൽ ഇൻസൈഡ് ദ സെൽ, കോശത്തിന് അകത്ത്. ഹൈഡ്രയിൽ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ദ സെൽ, കോശത്തിന് പുറത്തും അകത്തുമായി ദഹനം നടക്കുന്നു. എജഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്, അതായത് ദഹനാവശിഷ്ടങ്ങളുടെ പുറന്തള്ളൽ. അമീബയിൽ ത്രോ സെൽ സർഫസ്, കോശ ഉപരിതലത്തിലൂടെ. ഹൈഡ്രയിൽ ത്രോ മൗത്താണ്, ത്രോ ദ മൗത്ത്, വായയിലൂടെ. കൂട്ടുകാർ ഇത് നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക. ബാക്കി പാഠഭാഗത്തിലേക്ക് പോകാം. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആൾസോ ടേക്സ് പ്ലേസ് ഇൻ അഡീഷൻ ടു intracellular digestion when it comes from unicellular organism amoeba to simple structured multicellular organism hydra. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ഏകകോശ ജീവിയായ അമീബയിൽ നിന്നും ബഹുകോശ ജീവിയായ ഹൈഡ്രയിലെത്തുമ്പോൾ ഡൈജഷൻ എങ്ങനെയാണ്? അത് അവിടെ കോശ ആന്തരിക ദഹനവും കോശബാഹ്യ ദഹനവും നടക്കുന്നു. അതായത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും അവിടെ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. ദ ഡിഫറൻസ് ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ് ഇൻ യൂണിസെല്ലുലാർ അമീബ ആൻഡ് മൾട്ടി സെല്ലുലാർ ഹൈഡ്ര. അതായത് ഏകകോശ ജീവിയായ അമീബയിലും ബഹുകോശ ജീവിയായ ഹൈഡ്രയിലും നടക്കുന്ന ദഹന പ്രക്രിയയുടെ മാറ്റം അല്ലെങ്കിൽ വ്യത്യാസം എന്താണ്? ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ അമീബ. അമീബയിൽ കോശാന്തരിക ദഹനം നടക്കുന്നു. നമ്മുടെ ഹൈഡ്രയിൽ കോശബാഹ്യ ദഹനവും കോശാന്തരിക ദഹനവും നടക്കുന്നു. ബോത്ത് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഈസ് സീൻ ഇൻ ഹൈഡ്ര. ബാക്കി പാഠഭാഗത്തിലേക്ക് പോകാം. In multicellular organism, the digestive system and the digestive process, how much diversity and complexity in order to meet nutrient requirement. ഇവിടെ രണ്ട് വാക്കുകൾ തന്നിരിക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നിരിക്കുന്നു, ഡൈജസ്റ്റീവ് പ്രോസസ്സ്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദഹനവ്യവസ്ഥയും ഡൈജസ്റ്റീവ് പ്രോസസ്സ് ദഹന പ്രക്രിയയുമാണ്. ഇതിൻ്റെ മീനിങ് ബഹുകോശ ജീവികളിൽ പോഷകാവശ്യം നിറവേറ്റുന്നതിന് ദഹന വ്യവസ്ഥയിലും ദഹന പ്രക്രിയയിലും നിരവധി വൈവിധ്യങ്ങളും സങ്കീർണതകളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ്. ബാക്കി പാഠഭാഗത്തിലേക്ക് പോകാം. ഇവിടെ മനുഷ്യൻ്റെ ഡൈജഷൻ ദഹന പ്രക്രിയ തുടങ്ങുകയാണ്. അതിനു മുമ്പ് കൂട്ടുകാരെ പേജ് ശ്രദ്ധിച്ചാൽ ഒരു പശു നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ്? നമ്മൾ പശുവിനെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. പശുവിൻ്റെ ഡൈജഷനും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. ബിഹൈൻഡ് ദ റൂമിനേഷൻ. എന്താണ് റൂമിനേഷൻ എന്ന് പറഞ്ഞാൽ? അയവിറക്കൽ. പശുവിൻ്റെ അയവിറക്കലിന് പിന്നിൽ. അപ്പം നമുക്ക് പശുവിൻ്റെ റൂമിനേഷൻ ഒന്ന് വായിച്ചിട്ട് പോവാം. Haven't you noticed that cows chew continuously even while resting? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായി ചവച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് കാരണം? നമുക്ക് നോക്കാം.
There are 4 chambers in the stomach of cows. പശുവിൻ്റെ സ്റ്റൊമക്ക് ആമാശയത്തിൽ 4 അറകളുണ്ട്. ദേ ആർ റൂമൻ, റെറ്റിക്കുലം, ഓമാസം, ഓബമാസം. അത് എന്തൊക്കെയാണ് 4 അറകൾ? റൂമൻ, റെറ്റിക്കുലം, ഓമാസം, അബോമാസം എന്നിവയാണ്. അതിൻ്റെ ചിത്രത്തിൽ ശ്രദ്ധിക്കുക. 1 നമ്പറിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. നമ്പർ 1 റൂമൻ, നമ്പർ 2 റെറ്റിക്കുലം, നമ്പർ 3 ഒബാമാസം, നമ്പർ 4 അബോമാസം. ചിത്രത്തിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി നോക്കാം. The components in food like cellulose, hemicellulose, etc. are broken down by the enzyme produced by the microorganism present in the rumen and reticulum. അപ്പോൾ ഇവരുടെ ശരീരത്തിലെത്തുന്ന, പശുവിൻ്റെ ശരീരത്തിലെത്തുന്ന ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. അപ്പോൾ ഏതാണ്? സൂക്ഷ്മജീവികളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹെമി സെല്ലുലോസും സെല്ലുലോസും ഒക്കെ വിഘടിപ്പിക്കുന്നത് റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികളാണ്. The process of digestion become more effective in them when the food that temporarily stored in the rumen return to the mouth and chewed again. ഈ റൂമനിൽ താൽക്കാലികമായി സംഭരിച്ച് വയ്ക്കുന്ന ഈ ആഹാരം, അപ്പോൾ എവിടെയാണ് അവർ ആഹാരം സംഭരിച്ച് വയ്ക്കുന്നത്? റൂമനിലാണ്. ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരയ്ക്കപ്പെടുന്നതോടുകൂടിയാണ് ഇവരുടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഡൈജഷൻ, ഹ്യൂമൻ നമുക്കിനി മനുഷ്യൻ്റെ ദഹന പ്രക്രിയയാണ് പഠിക്കാനുള്ളത്. എന്താ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ? Digestion, the process of digestion is the process of converting complex food materials into simple absorbable form. അതായത് സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയ്ക്കാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരിൽ 2 ടൈപ്പ് ഓഫ് ഡൈജഷൻ ഇവിടെ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ടിക്കിട്ടിരിക്കുന്ന ഭാഗം തീർച്ചയായും നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. ഒന്നാമത്തത് മെക്കാനിക്കൽ ഡൈജഷൻ, അടുത്തത് കെമിക്കൽ ഡൈജഷനാണ്. അതായത് യാന്ത്രിക ദഹനം. മെക്കാനിക്കൽ ഡൈജഷൻ യാന്ത്രിക ദഹനം, കെമിക്കൽ ഡൈജഷൻ രാസിക ദഹനം. ബ്രേക്ക് ഡൗൺ ഫുഡ് ഇൻറ്റു സിമിലർ പാർട്ടിക്കിൾ. ബ്രേക്ക് ഡൗൺ ഫുഡ് ഇൻറ്റു സിമിലർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആഹാരത്തെ ചെറുകണികകളായി മാറ്റുന്നു. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ച്യൂവിങ് ഫുഡ് വിത്ത് ദ teeth and by the strong contraction of the muscles of stomach and small intestine. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും പിന്നെയോ ആമാശയത്തിലെ ചെറുകുടലിൻ്റെയും പേശികളുടെയും ശക്തമായ സങ്കോചങ്ങളിലൂടെയുമാണ് ഈ മെക്കാനിക്കൽ ഡൈജഷൻ സാധ്യമാകുന്നത്. അടുത്ത കെമിക്കൽ ഡൈജഷൻ. Complex nutrients are broken down into simple absorbable nutrients by the action of enzyme in the digestive juice. Digestive juice എന്ന് പറഞ്ഞാൽ എന്താ? ദഹനരസമാണ്. കോംപ്ലക്സ് ന്യൂട്രീഷൻസ് ആർ ബ്രോക്ക് ഡൗൺ. അതായത് നമ്മുടെ ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താലാണ് സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നത്. സിമ്പിൾ അബ്സോർബിൾ ന്യൂട്രീഷൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടില്ലേ, താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ പാർട്ട് വെയർ ദ മെക്കാനിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ്? നമ്മുടെ ശരീരത്തിൽ യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൗത്ത്, വായ. അടുത്ത നിങ്ങൾ ഫില്ല് ചെയ്യണം. സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ആമാശയം,
പിന്നെ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ എന്താണ്? ചെറുകുടൽ. അപ്പോൾ നമുക്ക് യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആദ്യം മൗത്താണ്, വായയാണ്. നമുക്ക് പല്ലിൻ്റെ ഘടന പഠിക്കാനുണ്ട്. നമുക്ക് പല്ലിൻ്റെ ഘടനയിലേക്ക് പോകാം. Teeth helps to bite into pieces and chew the food. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ടങ് ആൻഡ് സലൈവ ഹെൽപ്സ് ഇൻ ദ ചൂവിങ് പ്രോസസ്സ്. അപ്പം നമ്മുടെ ടങ്ങും സലൈവയും, അതായത് ചവച്ചരയ്ക്ക പ്രക്രിയയെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? നാക്കും ഉമിനീരുമാണ്. You have understood the different type of teeth and their function. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ടീത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്തും അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചിട്ടുണ്ട്. Although teeth differ in external structure, ബാഹ്യഘടനയിൽ ഇവർക്ക് വ്യത്യാസമുണ്ടെങ്കിലും they have many similarities in internal structure. ആന്തരിക ഘടനയിൽ പല്ലുകൾക്ക് സാമ്യതയുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ടൂത്തിലേക്ക് പോവുകയാണ്. ഇതിൽ തന്നെ ഈ ഇടത് സൈഡിലായിട്ട് ക്രൗൺ, നെക്ക്, റൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ബാഹ്യമായ പല്ലിൻ്റെ 3 ഭാഗങ്ങളാണ്. 3 ഔട്ടർ റീജിയൻ ഓഫ് ടൂത്ത് എന്തൊക്കെയാണ്? ക്രൗൺ, നെക്ക്, റൂട്ട്. ക്രൗണിൻ്റെ മലയാളം ക്രൗൺ എന്ന് പറഞ്ഞാൽ ദന്തമകുടം, നെക്ക് ദന്തകളം, റൂട്ട് ദന്തമൂലം എന്നതാണ്. ഇനി നമ്മൾ പല്ലിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. അതിനകത്ത് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇനാമൽ, ഡെൻഡൻ, പൾപ്പ് ക്യാവിറ്റി, സിമൻറ്റം. കൂട്ടുകാരത് എഴുതി പഠിക്കുന്നതിനോടൊപ്പം ചിത്രം കൂടി ഒന്ന് വരച്ച് പഠിക്കുക. പല്ലിൻ്റെ ഘടന നോക്കുക. ഇനാമൽ, ഒന്നാമത്തെ ഇനാമൽ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എന്താ കൊടുത്തത്? മനുഷ്യ ശരീരത്തിലെ കാഠിന്യമുള്ള ഭാഗം. ദ ഔട്ടർ കവറിങ് ഓഫ് ദ ടൂത്ത്. പിന്നെയോ പല്ലിൻ്റെ പുറം കവചം. നോൺ ലിവിങ്, നിർജീവമാണ്, ജീവനില്ലാത്തതാണ്. അടുത്തത് ഡെൻഡേനാണ്. ലിവിങ് ടിഷ്യൂ വിച്ച് ടൂത്ത് ഈസ് ഫോംഡ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ടിഷ്യൂ. ലിവിങ് ടിഷ്യൂ, ജീവനുള്ള കല. പൾപ്പ് ക്യാവിറ്റി അടുത്തത് ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്. പല്ലിൻ്റെ ഏറ്റവും ആന്തര ഭാഗം, അതാണ് പൾപ്പ്. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കാൾഡ് പൾപ്പി സീന്. അവിടെ കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? യോജക കലയാണ്. മൃദുലമായ യോജക കലകൾ അവിടെ കാണപ്പെടുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ട്? ബ്ലഡ് വെസൽ, നെർവ്സ്, ഓഡൻറ്റോപ്ലാസ്റ്റ് സെൽസ് എക്സെട്രാ സീന്. അവിടെ ബ്ലഡ് സെൽ, രക്തക്കുഴലുകൾ, നെർവ്സ്, നാഡികൾ, ഓഡൻറ്റോപ്ലാസ്റ്റ് സെൽ മുതലായവ അവിടെ കാണുന്നു. ഇനി അടുത്തത് സിമൻറ്റം കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ. കാൽഷ്യം കണ്ടെയ്നിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം അടങ്ങിയ കണക്റ്റീവ് ടിഷ്യൂ യോജകകല. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ഗം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകലയാണ് സിമൻറ്റം എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്ക് ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കാണ്. നമുക്ക് അതിലേക്ക് പോകാം. ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്ട് ഫുഡ് ഇൻ ടു പേസ്റ്റ് ഫോം. സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക്. ആമാശയ പേശിയുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ഫുഡ് ഇൻ ടു പേസ്റ്റ് ഫോം. ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ദ സർക്കുലർ മസിൽസ് ഓഫ് ദ സ്റ്റൊമക്ക് റിട്ടൈൻ ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് ഫോർ ആംപിൾ ടൈം. അതായത് ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലിയ പേശി ആഹാരത്തിന് മതിയായ സമയം
ആമാശയത്തിൽ നിലനിർത്തുന്നു. നിങ്ങൾ പിക്ചറിലൊന്ന് ശ്രദ്ധിക്കണം. സർക്കുലർ മസിൽ നിന്ന് കിടപ്പുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കണം. അത് ആമാശയത്തിലെ വലിയ പേശിയാണ് ആഹാരത്തെ മതിയായ സമയം അവിടെ ആമാശയത്തിൽ പിടിച്ചു നിർത്തുന്നത്. ഏത് പാഠഭാഗം വായിക്കുന്നതിനോടൊപ്പം ഈ ചിത്രം കൂടി ശ്രദ്ധിച്ചു പോകണം, എന്നാലേ ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അടുത്തത് സ്മാൾ ഇൻറ്റസ്റ്റൈനാണ്. എന്താ സ്മാൾ ഇൻറ്റസ്റ്റൈൻ? ചെറുകുടൽ. Mechanical process in the small intestine such as peristalsis and segmentation helps to facilitate the movement of food and mix food with the digestive juices. ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ദഹന രസമാണ് അല്ലേ, ദഹനരസം. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെൻറ്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങൾ? ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെൻറ്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ. അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കുക. ഈ പ്രവർത്തനങ്ങൾ എന്തിനു സഹായിക്കുന്നു? ആഹാരത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താഴെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ട്. വാട്ട് ആർ ദ തിങ്സ് ടേക്ക് കെയർ ഓഫ് പ്രോപ്പർ ഡെൻ്റൽ കെയർ. അപ്പോൾ നമ്മൾ പല്ലിൻ്റെ ശരിയായ സംരക്ഷണത്തിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ചോദ്യമാണ്. ഇത് കൂട്ടുകാർ മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ ചെയ്യണം പല്ലിൻ്റെ സംരക്ഷണത്തിന്? വാഷ് യുവർ മൗത്ത്, ബ്രഷ് യുവർ ടീത്ത് ആഫ്റ്റർ ഈറ്റിംഗ്, റെഡ്യൂസ് ഷുഗർ, അസിഡിക് ഫുഡ്, പിന്നെ അവോയ്ഡ് സ്മോക്കിംഗ്, വിസിറ്റ് ദ ഡെൻറ്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. ഇത്രയൊക്കെയാണ് നമ്മൾ മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് വലുതായിട്ട് ചോദിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും അറിഞ്ഞു വച്ചിരിക്കുക. ബാക്കി പ്രവർത്തനത്തിലേക്ക് പോവാം. സാളോയിങ്, അതായത് മനുഷ്യൻ്റെ വിഴുങ്ങൽ പ്രക്രിയയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വായുടെ ഭാഗങ്ങൾ? പാലറ്റ് എന്താ അർത്ഥം അറിഞ്ഞിടാത്തവർ വേണമെന്നുള്ളവർ, മലയാളത്തിൽ വേണമെന്നുള്ളവർ എഴുതി വയ്ക്കുക. പാലറ്റ് അണ്ണാക്കാണ്. യുവുള്ള ചെറുനാക്ക് ഫാരൻസ്, ഗ്രസനി, എപ്പിഗ്ലോട്ടിസ് അതങ്ങനെ തന്നെ പറയുന്നത്. ഈസോഫാഗസ് അന്നനാളം, ട്രക്കിയ ശ്വസനനാളം. മനുഷ്യൻ്റെ വിഴുങ്ങൽ പ്രക്രിയയിൽ ഈ അവയവങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻറ്റു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. നാക്ക് ആഹാരത്തിനെ അണ്ണാക്കിൻ്റെ സഹായത്തോടു കൂടി അമർത്തി ഉരുളകളാക്കുന്നു. യുവിള്ള എന്താ നമ്മൾ പറഞ്ഞത്? യുവിള്ള എന്ന് പറഞ്ഞാൽ ചെറുനാക്ക്. യുവിള്ള ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ഫാരങ്സ്. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാകുഹരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാസൽ ക്യാവിറ്റി നാസാകുഹരം എന്നാണ് മലയാളം വേർഡ്. അപ്പോൾ ചെറുനാക്ക് എന്ത് ചെയ്യുന്നു? നാസൽ ക്യാവിറ്റിയെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് posterior part of the tongue allows the food to move over the epiglottis into esophagus. posterior part of tongue എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ പിൻഭാഗം എന്നാണ് അർത്ഥം. posterior part of tongue allows the food move over the epiglottis. നാക്കിൻ്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അടുത്തത് ട്രെക്കിയാണ്, ശ്വസനനാളം. ട്രെക്കിയ റൈസസ് അപ്പ് ആൻഡ് ഇറ്റ്സ് ക്ലോസ്ഡ് ബൈ എപ്പിഗ്ലോട്ടിസ്. ശ്വാസനാളം എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ഉയർന്നു എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു.
അപ്പോൾ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഇവിടെ ചോദിക്കാം. ഹൗ ഡസ് യുവിള്ള ആൻഡ് എപ്പിഗ്ലോട്ടിസ് ഹെൽപ്പ് സാളോവിങ് ഫുഡ്? എങ്ങനെയാണ് ഈ യുവിള്ളയും എപ്പിഗ്ലോട്ടിസും പിന്നെ ആഹാരം വിഴുങ്ങുമ്പോൾ നമ്മുടെ ആഹാരം വിഴുങ്ങുമ്പോൾ ഗ്രസനിയിൽ കാണുന്ന ചെറുനാക്ക് എപ്പിഗ്ലോട്ടിസ് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള ചോദ്യമാണിത്. എങ്ങനെ സഹായിക്കുന്നത്? ദ യുവിള്ള closes the nasal cavity and that opens to the esophagus, so food does not go there. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗോഹരത്തെ യുവിള്ള അടയ്ക്കുന്നതിനാൽ, നാസാഗോഹരം നമ്മുടെ മൂക്കിലോട്ടൊന്നും ഭക്ഷണം കയറാതെ അതിനെ യുവിള്ള അടയ്ക്കുന്നത് കൊണ്ടാണ് ആഹാരം അങ്ങോട്ട് പോകാത്തത്. ഈസോഫേഗസ് ആക്ട് ആസ് എ ലിഡ് ഓവർ ട്രക്കിയ. അപ്പോൾ ആഹാരം ശ്വാസനാളത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഈസോഗ്ലോട്ടിസ് അവിടെ എന്താ ചെയ്യുന്നത്? ഒരു ലിഡ് പോലെ, ഒരു അടപ്പ് പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് മൂന്നാമത്തെ പാട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ പാഠഭാഗം ഈ ചാപ്റ്റർ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ സൗണ്ട് ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം. എനിക്ക് നല്ല സുഖമില്ലാഞ്ഞിട്ടാണ് സൗണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. കൂട്ടുകാർ ക്ഷമിക്കുക. ദയവായി ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.